ഹലോ ഫ്രണ്ട്സ്, ഇന്നപ്പോൾ എൻ്റെ ഒരു കസിൻ കുറേ നാളായി എൻ്റെ അടുത്ത് ഒരു അമ്പലത്തിൽ പോകണ കാര്യം പറഞ്ഞു. അപ്പോൾ ഒന്ന് അമ്പലത്തിൽ ഒന്ന് വരുമെന്ന് ചോദിച്ചു. ഞാനിപ്പോൾ വരാമെന്നുണ്ട് പറയണ 2-3 ദിവസമായി. അപ്പോൾ ഇന്നങ്ങോട്ട് നേരെ രാവിലെ അങ്ങോട്ട് പോയി. അത് നമ്മുടെ പെരുമ്പാവൂരാണ്. പെരുമ്പാവൂരും കഴിഞ്ഞ് പോകണം. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക രാവിലെ ഉണ്ട്. ഇന്ന് സൺഡേ ആയിട്ട് ഇതാണ് ഓട്ടം. പക്ഷേ നല്ല സ്ഥലങ്ങളായിരുന്നു അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ. കുറച്ചുള്ളിലാണ്. കോടനാട് പോകുന്ന റൂട്ടാണ്. നല്ല ഒരു അമ്പലം ഓടുന്നു, ഒരു മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം ഓടുന്നു. ഈ വഴിയൊക്കെ ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്, ഈ റോട്ടിൽ കൂടെയൊക്കെ. ഈ പോകുന്ന ഈ ഉള്ളേരി പാടം വഴി ഈ റോഡൊന്നും ഉണ്ടായില്ല നേരത്തെ. ഞാൻ വന്ന ടൈമിനൊക്കെ ഇത് പൊളിഞ്ഞ് തകർന്നിറക്കിയായിരുന്നു. ഇതിൽ പോകുമ്പോൾ ഭയങ്കര പൊടിയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റില്ല, അങ്ങനത്തെ പൊടിയായിരുന്നു. ഇപ്പം ടൈലൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി. കുഴപ്പമില്ല. ഇതൊരു ഉള്ളേരിയ, ഒരു ഗ്രാമപ്രദേശം. അത് ഇപ്പം ഏകദേശം നമ്മൾ സ്ഥലത്തറായി. ഇവിടെ നിന്ന് അധികം ദൂരമില്ല. അധികം ഇവിടെ ആൾക്കാർ കുറവാണത്. ഇതൊരു ഗ്രാമം പോലത്തെ ഒരു സ്ഥലമാണിത്. ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ പോകുന്ന വഴി ഞാൻ ആദ്യമായിട്ട് തന്നെയാണ്. ഈ റൂട്ടൊന്നും ഞാനങ്ങനെ വന്നിട്ടില്ല. ഇത് കുറച്ച് ഉള്ളിലേക്ക് മാറിയാണ് ഈ സ്ഥലം. ഇത് സ്ഥലം മറ്റേ തോട്ടുവ. തിരക്കൊന്നുമില്ല, രാവിലെ ആയതുകൊണ്ട് തിരക്കൊന്നുമില്ല. സ്ഥലം നമ്മൾ എത്താറായി. അവിടെ നിന്ന് തിരിയണമെന്നാണ് കാണിക്കണം. ഈ വളവ് കഴിഞ്ഞ് ഇതൊക്കെ ഒരു ഉള്ളേരിയാണ്. ഷോർട്ട് കട്ടാണിത്. ഉള്ളിലേക്ക് ഒരു ഷോർട്ട് കട്ട് വഴി കാണിച്ചാണ്. ഞങ്ങളുടെ വഴി ഞങ്ങൾക്ക് കറക്റ്റ് അറിയില്ല, മാപ്പിട്ടാണ് പോകുന്നത്. അപ്പോൾ ഉള്ളിലേക്ക് ഒരു വഴി കാണിച്ച് സി എൻ ജി അടിക്കാൻ കയറി. പമ്പ് അന്വേഷിച്ച് പമ്പ് നോക്കി കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊരു ഷോർട്ട് കട്ട് നോക്കിയാണ് കയറിയേക്കണം. ഒരു മനുഷ്യനെ കാണുന്നില്ല റോഡിലൊന്നും. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ക്ഷേത്രം, നേരെ കാണുന്നത്. അവിടെ നിന്ന് ഭയങ്കര സൂര്യപ്രകാശം അടിക്കണമെന്നൊന്നും കാണില്ല. ഭയങ്കര സൂര്യപ്രകാശം അടിക്കാണ്. നല്ല വലിയ ക്ഷേത്രമാണിത്. ഇവിടെ വന്നിട്ട് എനിക്ക് കയറിയൊക്കെ തൊഴുത് എനിക്ക് ഇഷ്ടപ്പെട്ട. ഇവിടെ ഞാൻ ബാക്ക് സൈഡിലേക്ക് നേരെ കാണുന്ന കുളമുണ്ട്, പുഴയാണ്. പുഴയുടെ അവിടെ പോയി കൈയും കാലും കഴുകുക. എല്ലാവരും മുഖം കഴുകിയിട്ട് അത് അവർ തന്നെ കുളവും പുഴയുടെ സൈഡ്. ഇത് നമ്മൾ തിരിച്ചു തന്നെയാണ് എയർപോർട്ട് വഴിയാണ് വന്നത്. നല്ല വെയിലായി തിരിച്ചു വന്ന് എയർപോർട്ട് വഴി നേരെ നമ്മൾ പോകുന്ന കട. തിരക്കൊന്നുമില്ല. ഈ ലെഫ്റ്റ് സൈഡിൽ ചേച്ചി കൈയാട്ടുണ്ടെന്ന് ലിഫ്റ്റ് അടിക്കണം. എന്തെങ്കിലും നിൽക്കണ ചേച്ചി കാറിന് ലിഫ്റ്റ് അടിക്കണം. ഈ റൂട്ട് വണ്ടി കുറവാണല്ലോ, അതാണ്. ഓട്ടോറിക്ഷ ഒന്നുമില്ല. ചിലപ്പോൾ എയർപോർട്ട് സൈഡിൽ അങ്ങനെ പോകാനായിക്കുള്ളൂ. വണ്ടിക്കാർ ചിലപ്പോൾ ലിഫ്റ്റ് കൊടുക്കാറുണ്ടോ, അതായിരിക്കും കൈയാട്ടിയത്. ഇങ്ങോട്ടൊന്ന് ഭയങ്കര വെയിലായി. അങ്ങനെ നേരെ വീട്ടിലേക്ക് പോന്നിട്ടിരിക്കുന്നു.